ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് കേരള കോൺഗ്രസിനെ ചുറ്റിപ്പറ്റിയാണ്. കേരള കോൺഗ്രസിൻ്റെ നീക്കം എന്താണ്? 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ അടുത്തു വരുന്ന സാഹചര്യത്തിൽ UDFന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുങ്ങുന്ന ഈ വേളയിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗം ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും എടുക്കാൻ പോവുക? ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും കേരള കോൺഗ്രസ് ചാഞ്ചാടിക്കൊണ്ടിരിക്കും. കാരണം അധികാരത്തിൻ്റെ ഇടം എവിടെയാണോ അങ്ങോട്ടേക്ക് പോകാനാണ് ജോസ് കെ മാണി വിഭാഗം ആഗ്രഹിക്കുന്നത്. അധികാരമില്ലാതെ നിൽക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയാണ് ഈ ലീഗ് കഴിഞ്ഞാൽ കേരള കോൺഗ്രസ്, പ്രത്യേകിച്ച് ജോസ് കെ മാണി വിഭാഗം. ഇവിടെ UDFിലേക്ക് പോകും എന്ന് ഏറെ നാളായിട്ട് ഒരു പിന്നാമ്പുറ വർത്തമാനമുണ്ടായിരുന്നു. ആ വർത്തമാനം നമ്മൾ വളരെ ശക്തമായിട്ട് പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയാണ്. ലീഗിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി ഇതിനു വേണ്ടി വളരെയധികം ശ്രമം നടത്തി. UDF കുഞ്ഞാലിക്കുട്ടിയാണ് ഏൽപ്പിച്ചത് ജോസ് കെ മാണിയുമായുള്ള ചർച്ചയ്ക്ക്. കാരണം ജോസ് കെ മാണിക്ക് സുരക്ഷിതമായ ഒരു മണ്ഡലം കൊടുക്കണം. ജോസ് കെ മാണി പാലയിൽ തോറ്റു തുന്നം പാടിയതാണ്. അതുകൊണ്ട് തിരികെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴവിടെ UDFിൻ്റെ MLA ആണ് മാണി സി കാപ്പനാണ്. മാണി സി കാപ്പൻ എന്ത് വന്നാലും മണ്ഡലം തിരികെ കൊടുക്കത്തില്ല. ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം പാല എന്ന് പറയുന്നത് വളരെ അഭിമാന പ്രശ്നമാണത്. തൻ്റെ പിതാവിൻ്റെ കാലം മുതലേ അവർക്ക് കിട്ടിയിട്ടുള്ള മണ്ഡലം, കരിങ്ങോഴക്കൽ തറവാടിൻ്റെ കുത്തകയായിട്ടുള്ള മണ്ഡലം, അത് കിട്ടാത്തതിൽ ജോസ് കെ മാണിക്ക് അല്പം അമർഷവും അരിശവും ഒക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ ജോസ് കെ മാണി ഇപ്പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയോടും VD സതീശനോടുമുള്ള ദേഷ്യവുമുണ്ട്. കാരണം തൻ്റെ പിതാവിനെ ഈ ബാർക്കോഴയുടെ പേരിൽ ചതിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതിൻ്റെ അമർഷം മുഴുവൻ ജോസ് കെ മാണിയുടെ മനസ്സിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് പെട്ടെന്ന് അങ്ങ് ചാടാൻ സാധ്യമല്ല എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. എന്നാൽ LDFിൽ തുടരുമോ എന്ന് ചോദിച്ചാൽ അത് ഒരുപക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞെങ്കിൽ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. കാരണം നിലമ്പൂരിലെ ഫലം വെച്ച് മാത്രം വിശകലനം ചെയ്യാൻ പറ്റില്ല. ഒരു LDF തരംഗം ഉണ്ടായാൽ എന്തു ചെയ്യും? അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ LDFിനും പ്രത്യേകിച്ച് CPMനുള്ള ബിരുദ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അത് വളരെ തന്ത്രപൂർവ്വം നിരീക്ഷിച്ചതിന് ശേഷമേ അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ. അത് LDFിലുള്ള കേരള കോൺഗ്രസ് എന്ന് പറയുമ്പോൾ മൊത്തം 5 MLAമാരാണ് ഉള്ളത്. ആ MLAമാരിൽ റോഷി അഗസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം UDFിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ജോസ് കെ മാണിയും പ്രമോദ് നാരായണനും മാത്രമായിരിക്കും. 4 പേർ മറുഭാഗത്ത് നിൽക്കും. 5 MLAമാരാണ് ഇവർക്കുള്ളത്. പ്രമോദ് നാരായണൻ റാന്നി MLA ആണ്. പ്രമോദ് നാരായണൻ ഇങ്ങനെ ജോസ് കെ മാണിയുടെ അടുത്ത ആളുമാണ്. ഈ അവസരത്തിലാണ് ജോസ് കെ മാണിയെ BJP വലിയ ഓഫർ നൽകി ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. വമ്പൻ ഓഫറാണ് അദ്ദേഹത്തിന് നൽകുന്നത്. 2014 BJP അധികാരത്തിൽ വന്ന നാൾ മുതൽ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 2019 അത് വളരെ ശക്തമായി ഈ കേരള കോൺഗ്രസ് NDA മുന്നണിയിലേക്ക് പോകും എന്നുള്ളത്. 2014 അത്രത്തോളം വന്നില്ല. കാരണം ഈ ഹിന്ദുത്വ രാഷ്ട്രീയം എന്നുള്ള രീതിയിൽ BJPയെ പലരും ഒറ്റപ്പെടുത്തി കൊണ്ടുവന്നു. പക്ഷേ 2019 കഴിഞ്ഞപ്പോൾ ഈ BJP എന്നുള്ളത് രാജ്യത്തെ ന്യൂനപക്ഷ സമുദായത്തെയും ചേർത്ത് നിർത്തുന്നു എന്നുള്ളതാണ്. അത് നമ്മൾ പിന്നീട് സമീപകാലത്ത് കാണുകയും ചെയ്തു. അതായത് വഖഫ് ഭേദഗതി ബില്ലും മറ്റും വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ സമൂഹത്തെ ചേർത്ത് നിർത്തുകയും ക്രൈസ്തവർ കൂടുതലായിട്ട് BJPയിലേക്ക് അടുക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ജോസ് കെ മാണിക്ക് വലിയ ഓഫർ നൽകിക്കൊണ്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരും ബിഷപ്പുമാരും ഒക്കെ പ്രധാനമന്ത്രിയുമായിട്ടും അമിത്ഷായുമായിട്ടും ഒക്കെ പലതരത്തിലുള്ള കൂടിക്കാഴ്ചകളും കഴിഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ കേരളത്തിലെ ക്രൈസ്തവരുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്നതിന് PC ജോർജും ഷോൺ ജോർജും വളരെയധികം പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ ജോസ് കെ മാണി വിഭാഗത്തിന് NDA മുന്നണിയിലേക്ക്
ക്ഷണിച്ചിരിക്കുകയാണ് BJP. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ജോസ് കെ മാണിക്ക് ഈ ഒരു രാജ്യസഭ MP സ്ഥാനം നൽകും. ഇപ്പോൾ MP ആണത് 2026 അതിൻ്റെ കാലാവധി പൂർത്തിയാകും. അപ്പോൾ UDF-ൽ നിന്ന് LDF-ലേക്ക് വരുന്ന സമയത്ത് MP സ്ഥാനം ഉണ്ടായിരുന്നു. അത് അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അവരുടെ ഔദാര്യത്തിൽ കൊടുത്തതായതുകൊണ്ട് അവിടെ ഊരി വെച്ചിട്ട് പോന്നു. ഇവിടെ വന്നു കഴിഞ്ഞ് 2021 പാലാ മണ്ഡലത്തിൽ തോൽപ്പിച്ചതോ എന്ന് ബ്രാക്കറ്റിലും പറയാം. അതങ്ങനെ പറയുമ്പോൾ ബാക്കി പ്രേക്ഷകർ ഊഹിച്ചെടുക്കുക തോൽപ്പിച്ചെങ്കിൽ അത് ആരായിരിക്കുമെന്നുള്ളത്. ആ തോൽവി കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് ചെയ്തു? ജോസ് കെ മാണിയെ രാജ്യസഭാ സ്ഥാനത്തേക്ക് വിട്ടു, രാജ്യസഭ MP ആക്കി. 2026 കഴിയുമ്പോൾ NDA മുന്നണിയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ രാജ്യസഭാ സീറ്റ് നൽകും. രാജ്യസഭാ സീറ്റ് നൽകി ഒരു കേന്ദ്രമന്ത്രി പദവിയിലേക്കും എത്തിക്കാം എന്നുള്ള വാഗ്ദാനമാണ് NDA കൊടുത്തിരിക്കുന്നത്, BJP കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജോസ് കെ മാണി വരികയാണെങ്കിൽ സെൻട്രൽ ട്രാവൻകൂറിലെ നല്ല വോട്ട് നേടാനും പല സീറ്റുകളും പിടിച്ചെടുക്കാം എന്നാണ് BJP കരുതുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട നീക്കം തന്നെയാണ് NDA മുന്നണി നടത്തുന്നത്. കാരണം രാജീവ് ചന്ദ്രശേഖർ BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ നാൾ മുതൽ ഈ BJPയുടെ വോട്ട് ഏത് തരത്തിലൊക്കെ സമാഹരിക്കാം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം വിപുലമായ തരത്തിലുള്ള ചർച്ചകളും അതുപോലെ തന്നെ അഭിപ്രായവും സ്വരൂപിച്ചെടുക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ ഈ ക്രൈസ്തവർ കൂടുതലുള്ള ഒരു പാർട്ടി തന്നെയാണ് കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസ് ക്രൈസ്തവർ പ്രത്യേകിച്ച് UDF-ൽ നിന്ന് കുറെ കാലമായിട്ട് അകന്നു നിൽക്കുന്നവരാണ്. കാരണം UDF ഈ മുസ്ലിം സമുദായത്തോടുള്ള അമിത പ്രീണനം കാരണം ക്രൈസ്തവർ അകന്നു. അപ്പോൾ ക്രൈസ്തവർ BJPയോടെ ചേരുകയാണ് ചെയ്തിട്ടുള്ളത് സമീപകാലത്ത്. അപ്പോൾ അത് അത്തരത്തിൽ കൂടുതൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയും ജോസ് കെ മാണിയെ പോലെയുള്ള പ്രഗത്ഭർ കൂടി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ജോസ് കെ മാണിക്ക് വമ്പൻ ഓഫറാണ് BJP മുമ്പോട്ട് വച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കരിങ്ങോഴക്കൽ തറവാട്ടിലേക്ക് ഒരു കൊടി വെച്ച കാർ അധികം വൈകാതെ തന്നെ വരും. അത്തരത്തിലുള്ള ഓഫറാണ് BJP കൊടുത്തിരിക്കുന്നത്. അത് ആ തരത്തിലുള്ള നീക്കവുമാണ് രാജീവ് ചന്ദ്രശേഖറും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ BJPക്ക് കേരളത്തിൽ കൂടുതൽ ആക്കം കൂട്ടാനായിട്ട് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. കാരണം BJPയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ന്യൂനപക്ഷ സമുദായത്തിൻ്റെ വോട്ട് നേടണം. അങ്ങനെ വോട്ട് നേടിയാൽ കൂടുതൽ സീറ്റ് പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. 2026 BJP വളരെ നിർണായകമായി മാറണം. ഇരു മുന്നണികൾക്കും ഒരു ഭയമുണ്ടാകണം, ആശങ്കയുണ്ടാകണം. ഇപ്പോൾ തന്നെ LDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ട്, ഭയപ്പാടിലുമാണ് നിൽക്കുന്നത്. BJP കേരളത്തിലെ പല മണ്ഡലങ്ങളിലും വളരുന്നു. ആ വളർച്ച അവരുടെ വോട്ടിൽ ചോർച്ച ഉണ്ടാക്കുന്നു എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ജോസ് കെ മാണിക്ക് കിട്ടിയിരിക്കുന്ന ഈ ഓഫർ കേരള കോൺഗ്രസിനും വലിയൊരു നേട്ടമാണ്. ഒപ്പം ജോസ് കെ മാണി വിഭാഗം ചേർന്നാൽ കേരളത്തിലെ BJPക്കും വലിയ ഒരു നേട്ടമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്.